പ്രേമചന്ദ്രനുമായിട്ട് സംവാദത്തിന് എന്തുകൊണ്ട് മുകേഷ് തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് ചോദ്യം. അല്ല, ബിന്ദു ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞത്? ബിന്ദു ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. കേട്ടോ, മേലാൽ വിളിക്കരുത്, പകലൊക്കെ വിളിക്കുന്നത് അമ്പത്തൊമ്പതിലൂടെ ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈലൂടെ തരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? സഖാവ് എം മുകേഷ് ആരാണ്? നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ. കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ്? അതിനൊന്നും ഇല്ലേ? അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം? രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല, എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കാറുണ്ട്. വളരെ ശരിയാണ്. ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓ അതെയോ? ബിന്ദു കൃഷ്ണ, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാം മോളെ, നീ ആരടി കിട്ടിയല്ലോ? പിണറായി വിജയന്റെ വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 28 ലക്ഷം, പിണറായി വിജയന്റെ കന്നുകാലിക്ക് സംഗീതം കേൾക്കാൻ ലക്ഷങ്ങള്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ബിന്ദു കൃഷ്ണ വാഴക്കുല പോലെ ഒളിച്ചോടത്തില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ചെയ്തോട്ട് പോട്ടെ.